Hallelujah. Hallelujah. God is good. ദൈവം നല്ലവൻ. God is good. ദൈവം നല്ലവൻ. All the time. എല്ലായ്പ്പോഴും. Yes, if you don't say, He is a good God. നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും ദൈവം നല്ലവനാണ്. If you don't say, He is good God. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ദൈവം നല്ലവനാണ്. But for you and me, though we are a bad, people will tell us good. നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ മോശമാണെങ്കിലും നമ്മൾ നല്ലതെന്നേ പറയത്തുള്ളൂ. But though we are a good, people will tell us bad. നല്ല ആൾക്കാരാണെങ്കിലും നമ്മൾ മോശമാണെന്ന് പറയും. That is our position. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. But God always, forever and ever is a good God. ദൈവം എല്ലായ്പ്പോഴും എന്നും എന്നേക്കും അവൻ നല്ലവനാണ്. Good God will never do any bad things. നല്ല ദൈവം ഒരിക്കലും മോശമായതൊന്നും ചെയ്യത്തില്ല. Good God always He will do good things. നല്ലവൻ നല്ലത് മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യൂ. Whenever bad things occurs in our life, He will turn bad into good. നമ്മുടെ ജീവിതത്തിൽ ദോഷമായത് ഭവിച്ചാൽ പോലും അതിനെ നന്മയാക്കി തീർക്കുവാൻ ആ നല്ല ദൈവത്തിന് സാധിക്കും. That is the nature of God. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. His nature is pure, His nature is righteous, His nature is holy, His nature is good. അവന്റെ പ്രകൃതം വിശുദ്ധമാണ്, അവന്റെ പ്രകൃതം നന്മയാണ്, അവന്റെ പ്രകൃതം നന്മ മാത്രമാണ്. Let the nature of God manifest in us. നമ്മുടെ മധ്യേ ദൈവത്തിന്റെ പ്രകൃതം സ്വഭാവം വെളിപ്പെടട്ടെ. Hallelujah. Hallelujah. Come on, lift up your hands. Come on. Father, we thank you, we praise you, Lord. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We are in your presence. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലാണ്. Our labor will never go into vain. ഞങ്ങളുടെ പ്രയത്നം ഒരിക്കലും വ്യർത്ഥമായി പോകില്ല. Our prayers will never go into vain. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാവുകയില്ല. We know that you are a prayer answering God. ഞങ്ങൾ അറിയുന്നു അങ്ങ് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. Lord, even as Exodus started praying. കർത്താവേ, എക്സോഡസ് സഭ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, as they are praying, let them receive day after day, day by day, answers from the throne of grace. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപാസനത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനക്ക് മറുപടികൾ ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. Day after day, let them receive miracles, Lord. ദൈനംദിനം ഓരോ ദിവസവും അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. Let them see the divine intervention of God into the situations. അവരുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ അവർ കാണട്ടെ. Even this morning, ഈ പ്രഭാതത്തിലും Holy Spirit, you teach us, God, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണം, so that we may sharpen our prayer life. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറെ കൂടെ മൂർച്ചയുള്ളതായി മാറട്ടെ. Let our prayer be more intimacy, effective, to bring glory to your name. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരുവാൻ തക്കവിധം ഞങ്ങൾ അങ്ങയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇഴയെടുപ്പം വർദ്ധിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ. We give all the glory. ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. Amen. Hallelujah. Hallelujah. 1 John 5th chapter, 1 യോഹന്നാന്റെ 5ാം അധ്യായം 14 and 15th words. 14-15 വേദഭാഗങ്ങൾ. 1 John 1 യോഹന്നാൻ 5th chapter, 5ാം അധ്യായം 14 and 15th words. 14-15 വേദഭാഗങ്ങൾ. This is the confidence we have in approaching God, that if we ask anything according to His will, He hears us. And if we know that He hears us, whatever we ask, we know that we have what we asked of Him. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. We are all praying. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. We know that God will hear our prayer. നമുക്കറിയാം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. God will answer our prayer. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. But this morning, ഈ പ്രഭാതത്തിൽ I am talking to you how to receive a result of your prayer. എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. How your prayer will bring a results. എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു ഫലത്തെ കൊണ്ടുവരുന്നു. How we must make our prayer effective and result.
നമ്മുടെ പ്രാർത്ഥനകളെ എങ്ങനെ കൂടുതൽ ഫലപുഷ്ടമാക്കാം, എങ്ങനെ കൂടുതൽ മറുപടി ഉള്ളതാക്കി തീർക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Praise the Lord. Amen. More practically, I will take you how to receive a result. എങ്ങനെ ഒരു ഫലത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്നത് കൂടുതൽ പ്രായോഗികമായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. That's why Paul says, don't walk by sight, but walk by faith. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കേണ്ടത്. What we look may discourage us. നമ്മൾ കാണുന്നതും നോക്കുന്നതും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. So number one, as you are praying, base your prayer on God's word. ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം. So now look to somebody and you tell them now. അടുത്തൊരാളെ നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, I will base my prayer on God's word. എന്റെ പ്രാർത്ഥന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. Right. Why I made you to do this? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നു? Number one is confession. ഒന്നാമത്തത് ഏറ്റുപറച്ചിൽ. This is a positive confession. ധനാത്മകമായ ഏറ്റുപറച്ചിലുകൾ. And number two, what you believe, and two people agreeing together, I believe my prayer must be based on God's word. രണ്ടാമത്തത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പ്രാർത്ഥന വചനാടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. വിശ്വസിക്കുന്നവർ തമ്മിൽ ഏറ്റുപറയുകയാണ്. Many times as we are praying, we ourselves are doubting our prayer. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയെ സംശയിക്കാറുണ്ട്. Because the situations are very tough, impossible, and those situations are disturbing our prayer. കാരണം നമ്മുടെ സാഹചര്യം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. നമുക്ക് മുൻപോട്ട് ചിന്തിക്കാൻ കഴിയാത്ത വിധം ആ സാഹചര്യം നമ്മളെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. James 4th chapter 3rd word says, എന്നോടൊപ്പം ഇങ്ങനെ തിരിച്ച യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. you do not have because you do not ask. You ask and do not receive because you ask amiss. If you want to, come on. നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. You do not have because you do not ask. You ask, you do not receive. നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. You are asking. നിങ്ങൾ ചോദിക്കുന്നുണ്ട്. But there must be a foundation to your prayer, base to your prayer. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകണം. Hebrews 4th chapter 16th words. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. The Hebrew 4th chapter 16th words. എബ്രായൻ 4:16 മുതൽ. You can go boldly to the throne of grace. See beautifully. You can enter boldly to the through the throne of God to obtain a mercy from Him. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. Praise the Lord. Hallelujah. Amen. When you are praying, not based on situation, not based on a report, not based on religious rituals, but based on the word of God. നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലും ഡോക്ടർമാരുടെ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാർത്ഥിക്കാതെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, the word gives you hope. വചനം നിങ്ങൾക്ക് ഒരു പ്രത്യാശ നൽകും. The report disturbs your faith. എന്നാൽ ആ പരിശോധന ഫലം നിങ്ങളുടെ വിശ്വാസത്തെ ആക്രമിക്കും. The report takes you away from God, but the word helps you to draw more close to God. ഡോക്ടറുടെ പരിശോധന ഫലം ദൈവത്തിൽ നിങ്ങളെ അകറ്റി നിർത്താൻ പരിശ്രമിക്കുമ്പോൾ വചനപ്രകാരമുള്ള വചനം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ശ്രമിക്കും. The word discourages you. The report discourages you. The word says, by the stripes of Jesus you are healed.
പരിശോധന ഫലം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. പക്ഷേ തിരുവെഴുത്ത് ഇങ്ങനെ പറയും, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. That is the beauty of praying based on God's word. അതാണ് തിരുവചന അടിസ്ഥാനത്തിലെ പ്രാർത്ഥനയുടെ മനോഹാരിത. In the middle I will also share some the impossible challenging experiences also. ഈ മെസ്സേജിന്റെ മധ്യത്തിൽ ചില അസാധാരണമായ അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയും. You may forget him, but God will never forget you. നീ അവനെ മറന്നേക്കാം, പക്ഷെ അവൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. You may leave him, but he will never leave you. നീ അവനെ കൈവിട്ടേക്കാം, അവൻ നിന്നെ കൈവിടുകയില്ല. You may go away from him, but he will never go away from നീ you. അവനിൽ നിന്ന് ദൂരേക്ക് പോയേക്കാം, പക്ഷെ അവൻ നിന്നെ വിട്ട് ദൂരെ പോവുകയില്ല. See, that is the beauty. Prayer word itself is drawing close to God and talking to him. പ്രാർത്ഥന എന്ന വാക്ക് തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക, അവനുമായി സംഭാഷിക്കുക എന്നുള്ളതാണ്. The word prayer itself, I am away, now I am going to God, drawing close to God and talking to him prayer. പ്രാർത്ഥന എന്ന വാചകം തന്നെ അതിനർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഞാനിപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നു, ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു. Those who believe in him, അവനിൽ വിശ്വസിക്കുന്നവർക്ക് nothing is impossible. ഒന്നും അസാധ്യമല്ല. Two way. രണ്ട് വഴികളിലാണത് പറയുന്നത്. With God all things are possible. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. To them that believe in God all things are possible. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം സാധിക്കും. God is not a respecter of person. ദൈവം മുഖപക്ഷം ഉള്ളവനല്ല. With him all things are possible. Those who believe in him also all things are possible. അവനാൽ എല്ലാം സാധ്യമാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം സാധ്യമാണ്. When my daughter is studying 12th standard, I went to some ministry locally. Suddenly they called me and they said, as she is preparing for exam, she suddenly became blind. എൻ്റെ മകള് 12ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്ത്, ആ പ്രാദേശികമായ ഒരു സ്ഥലത്ത് എന്നെ ശുശ്രൂഷയ്ക്ക് പോയിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. And suddenly they called me, come soon. She is preparing for exam. She says, I am unable to see. അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ പറയുകയാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും. And we went to the ophthalmologist. Immediately they said, go to Bangalore. പെട്ടെന്നൊരു കണ്ണ് വിദഗ്ധനെ കണ്ട് ബാംഗ്ലൂരിൽ പോയി കാണാനായിട്ട് പോയി. ഞങ്ങൾ We went to Bangalore അപ്പോളോയിലേക്ക് പോയി. and they said infection in the brain, അവൾ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. and it hits the retina. റെറ്റിനെ ആ ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുകയാണ്. Then they gone through treatment. Thank God, after 5 days she got back vision. അതിനുശേഷം ചില പരിശോധനകളുടെയും ചികിത്സകളിലൂടെയും കടന്നുപോയി. കർത്താവിന് നന്ദി പറയുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം അവളുടെ കാഴ്ച മടങ്ങി വന്നു. But after 5 days, 5 ദിവസങ്ങൾക്ക് ശേഷം, and the doctor said for every 3 months, 6 months you must come. എല്ലാ 3 മാസത്തിലൊരിക്കൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ വരണം, പരിശോധിക്കണം. And every 3 months once, 6 months once, coming to the hospital, spending money. ഓരോ 3 മാസവും 6 മാസത്തിലും ഒരിക്കൽ ആശുപത്രിയിൽ വന്ന് ധാരാളം പണം ചെലവാക്കേണ്ടി വരുമോ? And somebody guided us. You can go to St. John's. There is the neuro specialist is there. ഒരാൾ പറഞ്ഞു സെന്റ് ജോൺസിലേക്ക് പോകണം, അവിടെ ഒരു ന്യൂറോ സ്പെഷ്യാലിറ്റി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. And we went there. ഞങ്ങൾ അവിടെ ചെന്നു. And they all did the investigation. They said she must come for 3 months once, 6 months once. ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ വന്ന് കാണണമെന്ന് അവരും പറഞ്ഞു. And I used to take her to the hospital, admit her, one injection 18,000. ഞാൻ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒറ്റ ഇഞ്ചക്ഷൻ തന്നെ 80,000 രൂപ. And that injection to drips, it will take 24 hours. ആ ഇഞ്ചക്ഷൻ ട്രിപ്പിലൂടെ അകത്ത് കയറേണ്ടതിന് തന്നെ 24 മണിക്കൂർ വേണ്ടി വരും. So I must sit there. ഞാൻ അവിടെ അത് ചെയ്യുകയായിരുന്നു. And make my daughter to confess the word. ഞാൻ അതിനെ പ്രതിരോധിച്ചിട്ട് എൻ്റെ മകളെ വചനം ഏറ്റു പറയാൻ പ്രേരിപ്പിച്ചു. I'm also confessing the word. ഞാനും ആ വചനം ഏറ്റു പറയാൻ തുടങ്ങി. I used to take her to the hospital nearly 2 years.
years. 2 വർഷം വരെ അവളെ ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കുമായിരുന്നു. But I was praying. എന്നാൽ ഞാൻ I പ്രാർത്ഥിക്കുകയായിരുന്നു. asked my daughters also pray. എൻ്റെ മകളും പ്രാർത്ഥിക്കുകയായിരുന്നു. They said no medicine for this. അതിന് മരുന്നില്ല എന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. I checked out with all friends anywhere, in UK and US. They said for this no medicine, Varaprasad. UK-ലും US-ലുമുള്ള എൻ്റെ അനേകം സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞത് വരപ്രസാദ് ഈ പ്രശ്നത്തിന് ചികിത്സ മരുന്നില്ല എന്ന് പറഞ്ഞു. But still now the scientists are working out, but no medicine. Maybe for among 1 lakh, somebody one will get this. ചിലപ്പോ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും മരുന്നിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1,00,000-ൽ ഒരാൾക്ക് ചിലപ്പോൾ അത് സൗഖ്യമായേക്കാം, കിട്ടിയേക്കാമെന്ന്. That is a doctor's report. അതായിരുന്നു ഡോക്ടർമാരുടെ റിപ്പോർട്ട്. But I looked to word of God. ഞാൻ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കി. My daughter also looked to the word of God. എൻ്റെ മകളും ദൈവവചനത്തിലേക്ക് നോക്കി. All were we are family praying. ഞങ്ങൾ കുടുംബമായി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. When we look to the report, no hope. പരിശോധന ഫലത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും. But when we look to the word of God, there is a hope. എന്നാൽ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. Praying, പ്രാർത്ഥിച്ചു, confessing word of God, ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു, based on the word. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. But thank God, ദൈവത്തിന് നന്ദി, God healed her totally. ദൈവം അവളെ സമ്പൂർണ്ണമായി വിടുവിച്ചു. God healed her totally. ദൈവം അവളെ പൂർണ്ണമായി സൗഖ്യമാക്കി. After several months, അനേകം മാസങ്ങൾക്ക് ശേഷം I was in the Bangalore airport. ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലായിരിക്കുകയാണ്. Suddenly I saw the doctor. പെട്ടെന്ന് ഞാൻ ആ ഡോക്ടറെ കണ്ടു. Are Dr. Thomas is here? ഡോക്ടർ തോമസ് അല്ലേ? HOD of St. John's. സെന്റ് ജോൺസിലെ HOD ആണ്. I said, hello doctor, how are you? ഞാൻ ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയാണ്, സുഖമാണോ? Then he said, hello father, good morning father. അദ്ദേഹം എന്നെ കണ്ട് ഫാദർ ഗുഡ് മോർണിംഗ് പറഞ്ഞു. Yes, how is Cilicia? എങ്ങനെ സിലിസി എങ്ങനെയാണ്? How she is fine. അവൾ നന്നായിരിക്കുന്നു. Then he comes and says, അദ്ദേഹം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, see, medically we give treatment. മെഡിക്കലി ഞങ്ങള് ചികിത്സ തരും. But there will be mid-air powers. Mid-air powers. പക്ഷേ ആകാശമണ്ഡലത്തിലെ ശക്തികളുണ്ട്, Principalities. വാഴ്ചകളുണ്ട്. You are serving God, no, to attack you. The devil is working sometimes. I cannot talk these things in the hospital. നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുകയല്ലേ, അപ്പൊ നിങ്ങൾക്ക് വിരോധമായി ആ ആത്മലോകത്തിന്റെ ശക്തികൾ ആക്രമിക്കും. ആശുപത്രി വെച്ച് എനിക്കിത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. But I saw many Christians are coming, but you are the way of the motivating your daughter is different. പക്ഷേ ഈ അനേകം ക്രിസ്ത്യാനികളെ ഞാൻ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ വന്ന ശേഷം നിങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് വ്യത്യസ്തമായി തോന്നി. I see the Bible in your daughter's hand. നിങ്ങളുടെ മകളുടെ കൈകളിൽ എല്ലായ്പ്പോഴും ബൈബിൾ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. Only the blood of Jesus will break the curse, will break the works of the devil. യേശുവിന്റെ രക്തത്തിന് മാത്രമേ ശാപത്തെയും പിശാചിന്റെ പ്രവൃത്തികളെയും മുറിക്കുവാൻ സാധിക്കുകയുള്ളൂ. It looks in the airport. Thomas became a preacher. I became his congregation believer. എയർപോർട്ടിൽ ഡോക്ടർ തോമസ് ഒരു പ്രസംഗകനും ഞാൻ അദ്ദേഹത്തിന്റെ സഭയിലെ വിശ്വാസിയായി മാറി. Yes, doctor, that we believe the word, we believe the blood of Jesus, we believe by his stripes there is a miracle. Now she is totally okay. ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ, നമ്മൾ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നു, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവളിപ്പോ പൂർണ്ണ സൗഖ്യമായിരിക്കുകയാണ്. But sometime other day she walked into the St. John's to introduce some patients there, and she said, are you Cilicia? What you are like, came like a doctor. അപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ ചില രോഗികളെ സന്ദർശിക്കാൻ സിലിസിയ കടന്നുപോയപ്പോൾ ഡോക്ടർ, ഞങ്ങൾ സിലിസിയ അല്ലേ, നീ ഒരു ഡോക്ടറെ പോലെ വരുന്നു. Are you doctor? നീ ഒരു ഡോക്ടറാണോ? You looks like that. നീ ഒരു ഡോക്ടറെ പോലെ തോന്നുന്നു. Praise the Lord. Praise God. Hallelujah. Hallelujah. There is a possible. Say possible. പറഞ്ഞേ സാധ്യമാണ്. Come on, it's possible. പറഞ്ഞേ ഇത് സാധ്യമാണ്. Then later she had a white discharge. White discharge. വെള്ളപ്പോക്ക് ഉണ്ടായി. The lady's problem. കണ്ണിൽ നിന്ന് White discharge. And the lady's problem. And no gynecologist giving treatment, nothing is working out. ആ കുട്ടിക്ക് ആ വെള്ളപ്പോക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അത് ഗൈനക്കോളജിസ്റ്റുകൾക്കൊന്നും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി മാറി. Giving all antibiotics. എല്ലാ ആന്റിബയോട്ടിക്കുകളും ഒത്തിരി നൽകി. Nothing is working out. ഒന്നും അവിടെ പണി നടക്കുന്നില്ല. She comes and said, Daddy like this. അവൾ എന്നോട് വന്ന് പറഞ്ഞു, അപ്പ ഇങ്ങനെയാണ് പ്രശ്നം. Daddy like this. ഇങ്ങനെയാണ് പ്രശ്നം അപ്പ. Don't worry, the Lord will heal you. ഞാൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, കർത്താവ് സൗഖ്യമാക്കും. Nothing is impossible. ഒന്നും അസാധ്യമല്ല. Our doctors, they are all gynec says, everything we are given, everything.
All antibiotics, everything is given. We ourselves is a mad. What to do? They are thinking, what all medicine, everything we are given. Why it is happening? എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും പറയുന്നു, അയ്യോ നമുക്ക് തരാൻ പറ്റുന്ന അറിവുള്ള എല്ലാ മരുന്നുകളും ചെയ്തു നോക്കി, ചികിത്സാവിധികൾ ചെയ്തേക്ക്, ഒന്നും ഫലിക്കുന്നില്ല, എന്ത് ചെയ്യും, അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കിടയിൽ ഒരു ആലോചന നടക്കുകയാണ്. I discern this is attack of the enemy. ഞാൻ മനസ്സിലാക്കി ഇതൊരു ശത്രുവിന്റെ ആക്രമണമാണ്. I discern this attack of the enemy. ഞാൻ തിരിച്ചറിഞ്ഞു ഇത് ശത്രുവിന്റെ ആക്രമണമാണെന്ന്. I was praying. പ്രാർത്ഥിക്കുകയായിരുന്നു. Based on the word. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ. Based on the word. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ. After 1 year, God healed her. ഒരു വർഷത്തിന് ശേഷം കർത്താവ് അവളെ സൗഖ്യമാക്കി. Praise the Lord. Praise God. Hallelujah. Hallelujah. If a God's plan is upon you, God's purpose is upon you, you have a desire to serve you have a desire to be used by God in a different way, the enemy will come, attack your mind, attack your family, attack your body, to divert your mind and to suppress you. You should not serve God. നിനക്ക് മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിനായി ഉപയോഗിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പല വിധങ്ങളിൽ പല മേഖലകളിൽ ശത്രു തന്നെ ആക്രമിക്കും. ദൈവത്തിനായി പ്രയോജനപ്പെടുവാനുള്ള അവൻ്റെ ആഗ്രഹത്തെ അടിച്ചമർത്തുവാനും നിന്നെ ദൈവിക പദ്ധതിയിൽ നിന്ന് ഇല്ലാതാക്കി കളയാനുള്ള എല്ലാ പരിശ്രമങ്ങളും അവൻ നിരന്തരം നിനക്ക് വിരോധമായി അഴിച്ചുവിട്ടുകൊണ്ട്. God is a miracle worker. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. It is possible. അവൻ സാധ്യതയുള്ളവനാണ്. Healing is possible. സൗഖ്യം സാധ്യമാണ്. Miracle is possible. അത്ഭുതങ്ങൾ സാധ്യമാണ്. Solution is possible. പരിഹാരം സാധ്യമാണ്. Hallelujah. Hallelujah. Any strategy of the enemy will be nullified before the anointing of God. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ ശത്രുവിന്റെ സകല പദ്ധതികളും നിർമൂലമായി തീരും. Amen. Early days. മുൻകാലങ്ങളിൽ We are in a temporary place. ഞങ്ങളൊരു താൽക്കാലിക സ്ഥലത്തായിരുന്നു. Saturday the owner came. ശനിയാഴ്ച ഉടമസ്ഥൻ വന്നു. Hey, vacate this മാറിപ്പോകാൻ place. പറഞ്ഞു. Vacate this place. ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. I said, Baba, no, tomorrow people will come. Today Saturday, if you ask me to vacate, where we should go? ഞാൻ പറഞ്ഞു, ഇത് ശനിയാഴ്ചയാണ്, നാളെ ആരാധനയ്ക്ക് ആളുകൾ വരും, ഇന്ന് വന്ന് ഞങ്ങളോട് മാറാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകും? And Sunday let them come and give us one hour time. We will inform them and then we will vacate. ഞായറാഴ്ച അവർ വരട്ടെ, എല്ലാവരുമായിട്ടോ ഇപ്പൊ കാര്യങ്ങൾ പങ്കുവെക്കണം, അതിനുശേഷം ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാം, ഇവിടുന്ന് വിട്ടുപോകാന്ന് പറഞ്ഞു. And he kept silent. അദ്ദേഹം മിണ്ടാതിരുന്നു. And after Sunday service we vacated that place. ഞായറാഴ്ചക്ക് ശേഷം ഞങ്ങൾ ആ സ്ഥലത്തുനിന്ന് മാറി. But thank God, ദൈവത്തിന് നന്ദി, 7 times growth I experienced. 7 മടങ്ങ് വളർച്ച എനിക്ക് 7 അനുഭവിക്കാനുണ്ടായി. times growth I experienced. 7 മടങ്ങ് വളർച്ചയുണ്ടായി. That owner had a very big schools. അദ്ദേഹത്തിന് വലിയ സ്കൂളുകളുണ്ട്. And after he saw the growth in the ministry, മിനിസ്ട്രിയിലെ വളർച്ച അദ്ദേഹം കണ്ട ശേഷം, he is a Hindu man, അദ്ദേഹം ഒരു ഹിന്ദു മനുഷ്യനാണ്. maybe very anti-Hindu, അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര വിരോധിയാണ്. but he comes and says, the Varaprasad, I need some help. അദ്ദേഹം എന്നടുക്ക വന്നു പറഞ്ഞു, വരപ്രസാദ എനിക്ക് നിന്റെ സഹായം വേണം. Varaprasad, pastor, I need some help. പാസ്റ്റർ വരപ്രസാദ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. What kind of help you are looking? എന്ത് സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? Nothing, but you must become partnership in our educational society. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസ സമൂഹത്തോട് നിങ്ങൾ ഒരു പങ്കാളിയായി മാറണം. Don't invest any money. പണമൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. Invest your brain, he says. നിങ്ങളുടെ ബ്രെയിൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. Because we saw that your brain is very sharp. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പാണെന്ന് മനസ്സിലായി. I said, no, I will invest my brain for his kingdom. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റൊന്നിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ തലച്ചോറിനെ തരത്തില്ല, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി അത് നിക്ഷേപിച്ചിരിക്കുകയാണ്. He became a very good friend later. അദ്ദേഹം എൻ്റെ നല്ലൊരു സുഹൃത്തായി മാറി പിന്നീട്. When he saw growth, കാരണം ആ വളർച്ച കണ്ടപ്പോൾ, when he became name famous there, പേര് പ്രശസ്തമായി തുടങ്ങി, when everybody is talking about Varaprasad, എല്ലാവരും വരപ്രസാദ് എന്ന പേരിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, MP, MLA, minister, moment they say me, they will stop.
MP, MLA, മന്ത്രിമാരെ വരെല്ലാവരും ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു They തുടങ്ങി. will come and talk to me. How are you, Prasad? How are you, Father? They'll say. അവരെന്നെ കാണുമ്പോൾ വണ്ടി നിർത്തി എൻ്റെ അടുക്കൽ വന്ന് എങ്ങനെയാണ് പാസ്റ്ററെ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഞാൻ വളർന്നു. The devil will suppress you, പിശാച് നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും. but God will lift us up. എന്നാൽ ദൈവം നമ്മെ ഉയർത്തും. God will lift us up. ദൈവം നമ്മെ ഉയർത്തും. Don't look for shortcut methods, ഒരിക്കലും കുറുക്കു വഴി നീതികളെ നിങ്ങൾ അന്വേഷിക്കരുത്. but walk in God's ways, in God's plan. ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ പദ്ധതികളിൽ നിങ്ങൾ നടക്കുക. Amen. Amen. Hallelujah. Hallelujah. So whenever you are praying, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം do you have a financial need? നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ Don't pray your problem. പ്രശ്നത്തെ വെച്ച് പ്രാർത്ഥിക്കരുത്. Don't pray according to your the own ways. നിങ്ങളുടെ സ്വന്തം വഴികളിലൂടെ നിങ്ങൾ ചിന്തകളിലൂടെ But പ്രാർത്ഥിക്കരുത്. pray based on word of God. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക. When you have a financial problem, നിങ്ങൾക്കൊരു സാമ്പത്തിക വിഷയമുണ്ടോ? what the word says? ബൈബിൾ എന്താണ് പറയുന്നത്? My God shall supply all my needs according to his riches in glory, Christ Jesus. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും ക്രിസ്തു യേശുവിൽ തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ തീർത്തു തരും. Amen. Amen. Hallelujah. Hallelujah. My church believers, they are very afraid of me എന്റെ സഭാവിശ്വാസികൾ എന്നെ ഭയങ്കര പേടിയാണ്. because they come with the worldly ideas. അവരെന്റെ അടുക്കൽ പുതിയ പുതിയ ആലോചനകളുമായിട്ടൊക്കെ വരും. No, like exciting, emotionally they come. വൈകാരികമായിട്ടുള്ള നിറഞ്ഞാണ് എൻ്റെ അടുക്ക വരുന്നത്. But I am a man, immediately I don't accept. I see whether my God will accept these things or not. പക്ഷേ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർ കൊണ്ടുവരുന്ന ഐഡിയാസ് ഒന്നും ഞാൻ പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. ദൈവത്തിന് അതിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അത് സ്വീകരിക്കത്തുള്ളൂ. I said God will meet our need. ഞാൻ പറയും കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ പ്രാർത്ഥിക്ക്. May not be sometime in our time, but in his time he will make all things beautiful. ഒരു പക്ഷേ നമ്മുടെ സമയത്ത് അത് നടന്നില്ലെങ്കിലും അവന്റെ സമയത്ത് അത് മനോഹരമായി അവൻ തീർത്തു തരും. Don't make it a hurry. ധൃതി പിടിക്കരുതേ. Don't try to fit God in your time. നിന്റെ സമയത്തിനകത്തേക്ക് ദൈവത്തെ വലിച്ചഴക്കാൻ ശ്രമിക്കരുത്. You train yourself, fit yourself into God's time. ദൈവത്തിന്റെ സമയത്തിലേക്ക് നിന്നെ കൊണ്ടുനിർത്താൻ നീ നിന്നെ തന്നെ പരിശീലിപ്പിക്കുക. In his time he will make all things beautiful, not your time. അവന്റെ സമയത്ത് അവൻ എല്ലാം ഭംഗിയായി ചെയ്യുന്നു. നിങ്ങളുടെ സമയത്തല്ല. It needs patience. അതിന് സഹിഷ്ണുത ആവശ്യമാണ്. Praise the Lord. Amen. To fit yourself into God's time, you need patience. ദൈവത്തിന്റെ സമയത്തിലേക്ക് നിന്നെ ചേർത്ത് നിർത്താൻ സഹിഷ്ണുത ആവശ്യമാണ്. Most of the people, they lose their patience and they put their physical efforts to fulfill their needs, desires. പല ആളുകളും മിക്കവാറും ആളുകൾ അവരുടെ ആവശ്യങ്ങളെ സന്ദർശിക്കപ്പെടേണ്ടതിന് അവരുടെ സമയത്തിനനുസരിച്ച് ചെയ്യേണ്ടതിന് അവരുടെ ജഡീകമായ ചില പരിശ്രമങ്ങൾ അതിനായിട്ട് അവർ നിക്ഷേപിക്കാറുണ്ട്. No problem. Even under the tree, our only one goal, people must be saved. ഒരു പ്രശ്നമില്ല. കാരണം നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജനങ്ങൾ രക്ഷിക്കപ്പെടണം. Praise the Lord. Amen. See, the winning souls is the most important. ആത്മാക്കളെ നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Paul and Silas, they went to prayer, but they are in prison. പൗലോസും സീലാസും പ്രാർത്ഥനയ്ക്ക് പോയി, പക്ഷെ അവർ തടവറയിലായി. Place was changed, but purpose was not changed. സ്ഥലം മാറിയെങ്കിലും ഉദ്ദേശം മാറിയില്ല. They prayed. അവർ പ്രാർത്ഥിച്ചു. They never sat, grumbled one another. They never sat together. They worried there, but purpose of prayer was accomplished. അവർ തമ്മിൽ നോക്കി പിറുപിറുക്കുകയോ പരാതിപ്പെടുകയോ വഴക്കിടുകയോ ചെയ്തില്ല. പ്രാർത്ഥനയുടെ ഉദ്ദേശം അവിടെ നിവൃത്തിയാക്കപ്പെട്ടു. When you are praying, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ sometimes people will tell hallelujah, hallelujah, stotram, 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 hallelujah, hallelujah. What is next? What is next? ചിലര് പറയും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര ഇനി എന്താ നടക്കാൻ പോകുന്നത്, അടുത്തെന്താണ്? Will you do like that when you stand before deputy collector? ഡിസ്ട്രിക്ട് കളക്ടറിന്റെ മുമ്പിൽ ഒരു മണ്ടനെ പോലെ പോയി നിൽക്കാൻ പോവാണോ?
If you stand before the Tahsildar, will you do that? തഹസിൽദാറിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ ഇത് ചെയ്താൽ മതിയോ? But only before Jesus. No. Oh, next. What is next? പക്ഷേ കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥന അഭിനയമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ആശങ്ക, അടുത്തെന്ത് നടക്കും. Praise the Lord. If you stand before the magistrate, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയുമോ? the advocate cannot say his own. വക്കീലിന് സ്വന്തമായിട്ടൊരു കാര്യം പറയാൻ പറ്റത്തില്ല. He has to mention article. We has to mention the word of God. വക്കീല് IPC 302 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എടുത്ത് പറയുന്നത് പോലെ നമുക്കെടുത്ത് പറയാൻ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതാണ് ദൈവത്തിന്റെ വചനം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. So we will pray based on word of God. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. If the word supports you, don't fear for anything. വചനം നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. If the whole Cochin is against you, if relatives are against you, don't worry, the word is supporting you. മുഴു കൊച്ചിയും നിനക്ക് വിരോധമായി നിന്നാൽ, മുഴു കുടുംബവും നിനക്ക് വിരോധമായി നിൽക്കുമ്പോഴും വചനം നിന്നെ തുണയ്ക്കുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടരുത്. Hallelujah. Hallelujah. Don't walk by sight, but walk by faith. കാഴ്ചയിൽ നടക്കരുത്, വിശ്വാസത്താൽ അത്ര നടക്കേണ്ടത്. Because the word is supporting you. കാരണം ദൈവത്തിന്റെ വചനം നിന്നെ തുണയ്ക്കുകയാണ്. Jesus' word supporting you. യേശുവിന്റെ വാക്കുകൾ നിന്നെ തുണയ്ക്കുകയാണ്. Everybody may talk against you. എല്ലാവരും നിനക്ക് വിരോധമായി സംസാരിച്ചേക്കാം, But the word will support you. പക്ഷേ വചനം നിനക്ക് വേണ്ടി സംസാരിക്കും. When you are praying, when you are thinking, only you must understand whether the word are supporting you or not. നീ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ വചനം നിന്നെ തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിനക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. So embrace the word, sit with the word, and always meditate the word, and cling yourself with the word. Have patience with the word, and build yourself with the word, and word will perform a miracle in your life. അതുകൊണ്ട് ദൈവവചനത്തെ ചേർത്ത് പിടിക്കുക, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഒരു ദിവസം വചനം നിന്നെയും ചേർത്ത് പിടിച്ചു ഉയർത്തും. Number one, what is number one? ഒന്നാമത്തേത് എന്താണ്? Base your prayer on no report, no situation, no problem. Okay? ഒന്നാമത്തേത് നിന്റെ പ്രാർത്ഥന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാവുക. പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലല്ല. Number two, രണ്ടാമത്തെ കാര്യം, submerge your prayers in faith. വിശ്വാസം കൊണ്ട് നിന്റെ പ്രാർത്ഥനയെ നിറയ്ക്കുക. Submerge your prayers in faith. വിശ്വാസവുമായിട്ട് നിന്റെ പ്രാർത്ഥനയെ കൂട്ടിയോജിപ്പിക്കുക, മൂടുക. All preparing curry. നമ്മള് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. Masala smell nicely, masala smell. നല്ല മസാലയൊക്കെ, കറി മസാലയൊക്കെ കൂട്ടി യോജിപ്പിക്കുക, ഇളക്കുന്നത് പോലെ. Deepa mother is very nicely, when I go there, all varieties she keeps, very smell, fragrance, beautiful masala. ദീപസിസ്റ്ററുടെ അമ്മ നല്ലൊരു പാചകക്കാരിയാണ്. ഞാൻ അവിടെ പോകുമ്പോൾ മസാലയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന മണം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. From Perumbau, smell is coming to Exodus. പെരുമ്പാവൂരിൽ നിന്ന് എക്സോഡസ് വരെ മണം അടിക്കുക. Praise the Lord. Praise God. After preparing everything, എല്ലാം ഒരുക്കിയ ശേഷം if they don't put salt, ഉപ്പിട്ടില്ല എങ്കിൽ put salt. ഉപ്പിടുക. Then put salt. ഉപ്പിട്ടിട്ട് Then അല്പം നാക്കിലെടുത്ത് ശരിയല്ലേ? do that. അങ്ങനെ ചെയ്യാറില്ലേ? ആ ചൂട് തിളച്ച കറി ഇങ്ങനെ ഊതി ഊതി നക്കുന്നത്. Now you are happy. അത് ചെയ്ത ശേഷം സന്തോഷമായി. Now you are happy. ഇപ്പൊ നിങ്ങൾ സന്തോഷവാനാണ്. First thing you will ask, salt is okay? ഉപ്പ് കറക്റ്റ് അല്ലേ? When somebody is eating, salt is okay? ആരെങ്കിലും കഴിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്നാ? ഉപ്പുണ്ടല്ലോ അല്ലേ? ഉപ്പ് കറക്റ്റ് ആണല്ലോ. They will never ask tomato is okay?
തക്കാളി കറക്റ്റ് ആണോ എന്ന് ആരും ചോദിക്കത്തില്ല. Onion is okay. ഉള്ളി കറക്റ്റ് ആണോ എന്ന് ചോദിക്കത്തില്ല. And ginger is okay. ഇഞ്ചി കൃത്യമാണോ എന്ന് ചോദിക്കത്തില്ല. Garlic is okay. വെളുത്തുള്ളി കൃത്യമാണോ എന്ന് ചോദിക്കത്തില്ല. They don't ask. Salt is okay. ഉപ്പ് കറക്റ്റ് ആണോ? Amen. ആമേൻ. So in your prayer, നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് you must submerge faith. വിശ്വാസം കൊണ്ട് പ്രാർത്ഥനയെ മൂടണം. When must faith? വിശ്വാസം. Then only your prayer will become more strong. എങ്കിൽ മാത്രമേ നിന്റെ പ്രാർത്ഥന കൂടുതൽ ശക്തമാവുകയുള്ളൂ. Prayer, the word, faith will do mighty exploits, miracles in your life. പ്രാർത്ഥന, വിശ്വാസവും അതുപോലെ വചനവും കൂടിക്കലർന്ന പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളെ കൊണ്ടുവരും. Matthew 21 verse 22. മത്തായി 21:22. And whatever things you ask in prayer, believing you will receive. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. Because you're praying based on the word. When you're praying based on the word, you have to believe it. നിങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ചേ മതിയാകൂ. So when you believe your prayer based on the word of God, then you will receive a result of your prayer. നിങ്ങൾ വചനാടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. You believe, then you will receive it. വിശ്വസിക്കുക, നിങ്ങൾക്ക് അത് ലഭിക്കും. You believe, you receive it. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്കത് ലഭിക്കും. You speak it out. അതിനെ നിങ്ങൾ പറയുക. Now you speak now. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുക. What you must speak? എന്താണ് സംസാരിക്കേണ്ടത്? What you believe. നിങ്ങൾ വിശ്വസിക്കുന്നത്. What you must speak now? എന്താണ് ഇപ്പോൾ സംസാരിക്കേണ്ടത്? I will get job. എനിക്ക് ആ ജോലി കിട്ടും. I will get job. എനിക്കത് കിട്ടും. You speak it. നിങ്ങളത് പറയുക. What you believe? നീ എന്താണോ വിശ്വസിക്കുന്നത്? Your belief is based on the word. നീ വിശ്വസിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Therefore you're speaking out, confessing. ഇപ്പോൾ നീ വായ് കൊണ്ട് സംസാരിക്കുമ്പോൾ അത് ഏറ്റുപറയുകയാണ്. That's why the Paul says you believe in your heart and confess through your mouth. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. What is believing? എന്താണ് വിശ്വസിക്കുന്നത്? Jesus died on the cross, on the third day is resurrected. This you must believe and you must confess. Let the Jews hear what you believe. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന യഹൂദൻ അത് വിശ്വസിക്കാൻ ഇടയായിത്തീരും. Our language is different. നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്. My faith is different. എന്റെ വിശ്വാസം വ്യത്യസ്തമാണ്. My belief is different. എന്റെ വിശ്വാസം വ്യത്യസ്തമാണ്. Hallelujah. Hallelujah. Today I may be in problem, but my belief, my faith, my confession will change my situation. ഇന്ന് ഞാൻ പ്രതികൂല സാഹചര്യത്തിലാകാം, എന്നാൽ എൻ്റെ വിശ്വാസം, എൻ്റെ ഏറ്റുപറച്ചിൽ, എൻ്റെ പ്രാർത്ഥന സാഹചര്യത്തെ വ്യത്യസ്തമാക്കും. Amen. Amen. You saw the hand of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനേകം തവണ നിങ്ങൾ കർത്താവിന്റെ കരം കണ്ടിട്ടുണ്ട്. Every individual you experienced the hand of God in your life. ഓരോ ആളുകളും വ്യക്തിപരമായി കർത്താവിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. There are men of God experienced the hand of God. ദൈവത്തിന്റെ കരം അനുഭവിച്ച ധാരാളം ദൈവ പുരുഷന്മാരുണ്ട്. If I am quoting the several men of God, അനേക ദൈവ പുരുഷന്മാരെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാണെങ്കിൽ, if I am not quoting myself, what is the use of preaching? അവരെല്ലാം പറഞ്ഞിട്ട് എന്നെ അതിനകത്ത് കൊണ്ടുവരാൻ കോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഞാൻ പ്രസംഗം കൊണ്ട് എന്ത് പ്രയോജനം? What do you say, Joanne? ജോയാൻ എന്ത് പറയുന്നു? Right. See, I must know, I must experience. ഞാൻ ആ അനുഭവങ്ങളെ അറിഞ്ഞേ മതിയാകൂ. That's why I'm standing here with experience and talking to you to impart that faith in you. അതുകൊണ്ടാണ് അനുഭവ സമ്പത്തോടുകൂടെ ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളിൽ ആ അഭിഷേകത്തെ പകരാൻ വേണ്ടി ഞാനത് പറയുകയും ചെയ്യുന്നത്.
Praise God. Praise God. I want to build the church. ഞാൻ സഭയെ പണിയാൻ ആഗ്രഹിക്കുന്നു. Apostles, they sold everything they brought at the feet of apostles. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലെ ആളുകൾ എല്ലാം വിറ്റ് മൂപ്പന്മാരുടെ കാൽക്കൽ പണം കൊണ്ടുവച്ചു. Because free suggestions are most welcome. ഫ്രീ ആയിട്ടുള്ള ഐഡിയാസ് വെൽക്കം ആണ് അതിന്. And sacrificial decisions are more important. പക്ഷേ ത്യാഗോജ്ജലമായ തീരുമാനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. Amen. Amen. Hallelujah. Hallelujah. You believe it or not, literally they have seen in front of them, they were there when our dedication time, the Lord has built the church beautifully. അവരുടെ കൺമുൻപിൽ കാണത്തക്ക വിധം ദൈവം ഒരു അത്ഭുതം ചെയ്തു. ആ പ്രതിഷ്ഠാ സമയത്ത് പൂർണ്ണമായി പണിതീർന്ന സഭ പ്രതിഷ്ഠിക്കാൻ കർത്താവ് സഹായിച്ചു. Because submerging our faith in our prayer. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ വിശ്വാസവുമായി കൂടിക്കലർത്തുമ്പോൾ We must believe. നാം വിശ്വസിക്കണം. We must speak. നമ്മളത് പറയണം. Speak. സംസാരിക്കണം. Don't speak negatively. Don't think negatively. You must speak positively. നിഷേധാത്മകമായി സംസാരിക്കുകയോ നിഷേധാത്മകമായി ചിന്തിക്കുകയോ ചെയ്യാതെ ധനാത്മകമായിട്ട് നടക്കുമെന്നുള്ള ഉറപ്പോടെ സംസാരിച്ചു തുടങ്ങണം. And don't speak whatever you see physically, but speak what you see spiritually by faith. ഭൗതികമായി നിങ്ങൾ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കാതെ ആത്മീകമായി നിങ്ങൾ കാണുന്നതിനെ വിശ്വാസത്തോടെ സംസാരിക്കുക. Amen. Amen. Hallelujah. Hallelujah. So submerging your faith, the faith in prayer, I said in that, number one is believe. പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ വിശ്വാസത്തെ കൂട്ടിക്കലർത്തുക എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, വിശ്വസിക്കുക. Number two is speak out. രണ്ടാമത്തത് പറയുക. Number three, മൂന്നാമത്തത് act on it. അതിനെ പ്രാവർത്തികമാക്കുക. See, we are believing, you are speaking, but if you don't act on it, what is the use? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? The practical action is more important. പ്രായോഗിക പ്രവൃത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Your action is based on what you speak. What you speak based on belief. Your belief is based on faith. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. Act on it. അതിനെ പ്രവർത്തികമാക്കുക. Because you have a faith. കാരണം നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. You believe. നിങ്ങളത് വിശ്വസിക്കുന്നു. Belief and faith and confession helping you to act on it. നിങ്ങളുടെ വിശ്വാസവും അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയുമാണ് അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ നടക്കുന്നത്. The beautiful biblical formula to receive a result. ഇതാണ് പ്രാർത്ഥനയുടെ ഫലം പ്രാപിക്കാനുള്ള മനോഹരമായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഫോർമുല. Is it needs any qualification? ഇതിന് പ്രത്യേകിച്ച് യോഗ്യത എന്തെങ്കിലും ആവശ്യമുണ്ടോ? No need. ആവശ്യമില്ല. Just putting the faith in your prayer. പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ വിശ്വാസത്തെ നിക്ഷേപിക്കുക. That's all. Praise the Lord. Praise God. Hallelujah. Amen. Because I'm experiencing the hand of God because of the word and faith. വചന നിമിത്തവും വിശ്വാസ നിമിത്തവും എൻ്റെ ജീവിതത്തിനകത്ത് അനേകം തവണ ദൈവത്തിൻ്റെ കരം എനിക്ക് ആസ്വദിക്കാനും കാണാനും കഴിഞ്ഞിട്ടുണ്ട്. 3 days back, 3 ദിവസത്തിന് പുറകിൽ some church extension work is going on. സഭ വിശാലമാക്കുന്ന പണി നടക്കുകയാണ്. So suddenly I received call for night at 10:30. 10:30 രാത്രി 10:30 മണിയായപ്പോൾ ഒരു കോൾ എനിക്ക് വന്നു. Pastor G, some thieves fell on the extension work. Young people, thieves. ചില ട്യൂബുകൾ വീണുപോയി. കള്ളന്മാര് വന്നു അവിടെ എന്ന് പറഞ്ഞു. And all whatever the installed electric wire, they removed all wire. അവിടെ വയറിംഗ് ചെയ്തു വെച്ചിരുന്ന എല്ലാ സിസ്റ്റവും ആ വയറുകളെല്ലാം അവർ വലിച്ചു പുറത്തിട്ടു. They pulled totally from the roof, everything wire.
ആ റൂഫിൽ നിന്നുള്ള മൊത്തം വയറുകളും അവർ വലിച്ചെടുത്തു. And that in that wire there is a copper. അതിനകത്ത് കോപ്പറുണ്ട്. Copper. No, for them, അറിയാലോ. if they sell, ചെമ്പ് they will get money. അവരതിനെ കൊണ്ട് കടയിൽ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടും. And when we ran and we went there, all few brothers, already they pulled all wires. ഞങ്ങളുടെ സഹോദരന്മാർ കുറച്ചുപേർ ഓടി അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ ഓൾറെഡി എല്ലാം വലിച്ച് താഴെ ഇട്ടു. They pull like a 10 meters and they cut and threw on the floor. Again they pull, they cut and threw in the floor like entire wire. And they ran away. 10 മീറ്റർ വയർ അവർ വലിക്കും, കട്ട് ചെയ്തിടും. അടുത്ത 10 മീറ്റർ വലിക്കും, കട്ട് ചെയ്തെടുക്കും. അങ്ങനെ മുഴുവൻ വയറും അവർ കട്ട് ചെയ്തെടുത്തു. There is a POP also is there. അതുപോലെ തന്നെ ആ മുകളിലെ റൂഫിങ്ങും ഉണ്ടായിരുന്നു. And now the electrical people, they say you have to remove POP now. ഇപ്പോൾ ആ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്ത ആൾക്കാർ പറഞ്ഞത് മൊത്തം നിങ്ങൾ സെറ്റോടെ മാറ്റണം. You have to remove all cut wire now. എല്ലാ മുറിഞ്ഞ വയറുകളും മാറ്റണം. And pastor, you may get again 2 lakhs rupees now to install now. വീണ്ടും ഒന്നേന്നത് റീഇൻസ്റ്റാൾ ചെയ്യാൻ 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. So loss it is. വലിയൊരു നഷ്ടം. Loss it is. അത് നഷ്ടമായി. But when we are trusting God, ഞങ്ങൾ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ, why I am sharing this is a part in the ministry. ഞാനിത് പറയുന്നതിന്റെ കാരണം ഇതും ശുശ്രൂഷയുടെ അകത്തുള്ളൊരു ഭാഗമാണ്. See, in the beginning problem comes, follows miracle. തുടക്കത്തിലെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അത്ഭുതം ഉണ്ടെന്ന്. Always problem comes first. എല്ലായ്പ്പോഴും പ്രശ്നം ആദ്യം വരുന്നേ. Not miracle comes first. അത്ഭുതം അല്ല ആദ്യം വരുന്നത്. Without problem you will not understand a miracle. പ്രശ്നമില്ലാതെ അത്ഭുതത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. When a problem comes, if you really trusting God, the miracle is following this. പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വാസ്തവമായി ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പുറകിൽ ഒരു അത്ഭുതവും അതിന്റെ പുറകെ വരുന്നുണ്ട്. Don't disturb. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. I will encourage you, body of Christ, the Exodus family, and not to disturb when you face challenges and problems in your life. Miracle is following you. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. എക്സോഡസ് സഭയെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളൊരു പ്രതിസന്ധി കാണുമ്പോൾ, നിങ്ങൾ വെല്ലുവിളി കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പുറകിൽ ഒരു അത്ഭുതം നിങ്ങൾക്കായി വരുന്നുണ്ട്. I believe ഞാനത് വിശ്വസിക്കുന്നു. the miracle is behind now. ആ പ്രശ്നത്തിന്റെ പുറകിൽ അത്ഭുതം വരുന്നുണ്ട്. Yes, you see, that is from the beginning. ആദ്യമേ നമ്മളത് കണ്ടു. Abraham had a problem. അബ്രഹാമിനൊരു പ്രശ്നം ഉണ്ടായി. Abraham had a problem. അബ്രഹാമിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. Then after that miracle get into this Abraham. അതിനുശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം കടന്നു വന്നു. Abraham was blessed. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. Job had a problem. യോബിനൊരു പ്രശ്നം ഉണ്ടായി. And a miracle stepped into the. അതിനുശേഷം അത്ഭുതം അതിനകത്തേക്ക് കയറി വന്നു. The miracle took place. അത്ഭുതം അവിടെ സ്ഥാനം പിടിച്ചു. When you face problem, നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, praying people, പ്രാർത്ഥിക്കുന്ന ആളുകൾ, when God delay answer to your prayer, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരാൻ താമസിക്കുമ്പോൾ, and don't depart from that place. ആ സ്ഥലത്ത് നിങ്ങൾ ഓടിപ്പോകരുത്. Wait, കാത്തിരിക്കുക. wait, കാത്തു നിൽക്കുക. miracle will enter into your situation. നിന്റെ സാഹചര്യത്തിനകത്തേക്ക് അത്ഭുതം പ്രവേശിക്കും. Amen. Amen. Don't go away. ദൂരെ വിട്ടുപോകരുത്. Don't get discouraged. നിരുത്സാഹപ്പെട്ടു When പോകരുത്. your answer is delayed, ഒരുപക്ഷേ നിന്റെ മറുപടി when താമസിക്കുന്നു. nothing has happened, ഒന്നും നടക്കുന്നില്ല. don't grumble. പിറുപിറുക്കരുത്. Don't get discouraged. നിരുത്സാഹപ്പെടരുത്. Don't depart. വിട്ടുപോകരുത്. Wait. കാത്തിരിക്കുക. Wait. കാത്തിരിക്കുക. Miracle will enter. അത്ഭുതമകത്തു വരും. Praise the Lord. Amen. That's, I strongly believe that. അതാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. Miracle will come. അത്ഭുതങ്ങൾ വരും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. In front of Red Sea, all Israel, Moses stood. ചെങ്കടലിന്റെ മുമ്പിൽ മുഴുവൻ ഇസ്രായേലും മോശയും പരിഭ്രമിച്ചു നിൽക്കുകയാണ്. Oh, God is with us.
നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. Hey, stop fellow. What is that? നിർത്ത്. എന്തിനാ അതൊക്കെ പറയുന്നത്? All Israel, they're shouting Moses. എല്ലാ ഇസ്രായേലും മോശയെ വഴക്ക് പറയാൻ തുടങ്ങി. You brought us and made us to stand before the Red Sea and telling God is working. What is that? ഞങ്ങൾ അവിടെ നിന്ന് വലിച്ചഴച്ച് ഇവിടെ ചെങ്കടന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ദൈവം കൂടെ ഉണ്ടെന്നോ? മിണ്ടാതിരിക്കുക. They are shouting God, they are shouting Moses. മോശയെ വഴക്ക് പറയുന്നു, ദൈവത്തെ വഴക്ക് പറയാൻ തുടങ്ങി. No, God will take us to the Red Sea. ഇപ്പൊ ദൈവം നമ്മളെ ചെങ്കടലിൽ കൂടെ കൊണ്ടുപോകും. Why? He will build a flyover. നീ ഫ്ലൈ ഓവർ പണിയാൻ പോവാണോ? Flyover, he will make the Red Sea ice. റെഡ് സീ നീ ഐസാക്കാൻ പോവുകയാണോ? കട്ടിയാക്കാൻ പോവുകയാണോ? Red Sea will become the flyover, he will build flyover. നീ ഇതിന്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ പണിയാൻ പോവുകയാണോ? In front of that Red Sea is there, he says God is working. എടാ, ചെങ്കടന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് പറയുവാണ് കർത്താവ് പ്രവർത്തിക്കുന്നു. And stand still and know the salvation of God. ആ ഉറച്ചു നിൽപ്പിൻ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ രക്ഷയെ കാണും. Don't speak that. Red Sea is before us. മിണ്ടി പോകരുത്. റെഡ് സീ ചെങ്കടൽ ഫ്രണ്ടി കിടക്കുക. Behind the Pharaoh chariots are coming. പുറകിലിട്ട് നോക്ക്, ഫറവോന്റെ രഥങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. Fellow, believing you, if we left Egypt and came here, Red Sea is there. എടാ, നിന്നെ വിശ്വസിച്ച് മിസ്രൈം വിട്ടിറങ്ങി ഇപ്പൊ ചെങ്കടലിന്റെ ഫ്രണ്ടി വന്ന് നിൽക്കുക. Left and right full desert. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല, മലകളാണ്. Behind the chariots are coming. പുറകിൽ ഫറവോന്റെ രഥം On front വന്നുകൊണ്ടിരിക്കുക. side the Red Sea is there. മുൻപിൽ ചെങ്കടൽ നിൽക്കുക. But you are telling stand still. നീ പറയുന്നു ഉറച്ചു നിൽക്കാൻ. They are shouting Moses. മോശയ്ക്ക് വിരോധമായി ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക. Though many lakhs of people with Moses, ലക്ഷക്കണക്കിന് ആളുകൾ മോശയോട് കൂടെ ഉണ്ടായിരുന്നിട്ടും nobody agreed with Moses. ആരും മോശയുമായിട്ട് അഭിപ്രായ സമന്വത ഉണ്ടായില്ലെങ്കിലും But only Moses agreed with God. പക്ഷേ മോശ ഒറ്റയ്ക്ക് ദൈവത്തോട് ചേർന്ന് നിന്നു. Praise the Lord. Hallelujah. 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 Miracle happened not because of lakhs of people. Miracle happened because one Moses' faith. ലക്ഷക്കണക്കിന് ആളുകളുടെ എണ്ണം കൊണ്ടല്ല അത്ഭുതം സംഭവിച്ചത് വിശ്വസിച്ച ഒരൊറ്റ മോശ നിമിത്തമാണ്. Amen. Amen. When you have that faith and confidence, നിങ്ങൾക്ക് വിശ്വാസവും ഉറപ്പും ധൈര്യവും ഉണ്ടാകുമ്പോൾ you will never see chariots, you will never see Red Sea. നിങ്ങൾ ചെങ്കടലും കാണുകയില്ല, പുറകിൽ വരുന്ന രഥവും നിങ്ങൾ You will കാണുകയില്ല. never see the crowd who opposing you. നീ നിനക്ക് വിരോധമായി സംസാരിക്കുന്ന ജനക്കൂട്ടത്തെയും കാണുകയില്ല. Because you have a confidence in Yahweh. കാരണം യഹോവയിൽ നിനക്കൊരു ധൈര്യമുണ്ട്. More than the Red Sea, more than the chariot, more than opposing the crowd, my confidence in Yahweh. എന്നെ എതിർക്കുന്ന ജനത്തെക്കാളും എനിക്ക് മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനെക്കാളും പിന്നിൽ വരുന്ന രഥങ്ങളെക്കാളും എനിക്ക് ഉറപ്പ് യഹോവയായ ദൈവത്തിലാണ്. That confidence is important. എന്റെ ഉറപ്പ് പ്രധാനപ്പെട്ടതാണ്. Praise the Lord. Amen. That same confidence even Esther also had. ഇതേ ഉറപ്പ് എസ്തറിനും ഉണ്ടായിരുന്നു. If I die, I will die, but I will go and stand before king. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ രാജാവിന്റെ മുമ്പിൽ പോകാൻ പോവുക. I will stand before king. ഞാൻ അവരുടെ മുമ്പിൽ പോകും. ഞാൻ മരിക്കുന്നെങ്കിലൊക്കെ. She got the confidence. അവർക്ക് ഉറപ്പ് കിട്ടി. Till that confidence, she waited, prayed, waited. ആ ഉറപ്പോടുകൂടി അവൾ പ്രാർത്ഥിച്ച് ആ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. Once she got that confidence, ആ ഉറപ്പ് പൂർണ്ണമായപ്പോ she said, I will go and stand before king. പുള്ളിക്കാരി എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ പോകാൻ പോവുകയാണ്, മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ. Number 3, മൂന്നാമത്തത്, stop fear in its tracks. ഭയത്തെ അതിന്റെ വഴിയിൽ തന്നെ നിർത്തുക. Stop fear in its tracks. ഭയത്തെ അതിന്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ് മലയാളത്തിൽ നല്ലത്. Fear and faith are not good friends. വിശ്വാസവും ഭയവും സുഹൃത്തുക്കളല്ല. Yes. ശരിയല്ലേ? വിശ്വാസവും ഭയവും സുഹൃത്തുക്കളല്ല, ഒരു കുടുംബത്തിലുള്ളതല്ല. In Jairus' house, യായിറോസിന്റെ വീട്ടിൽ when Tabitha died തബീഥ അതുപോലെ മരിച്ചപ്പോ and Jesus came, യേശു വന്നു. by seeing Jesus again, they are crying more. യേശുവിനെ കണ്ടപ്പോ കരച്ചിലിന്റെ ആക്കം കൂടി. So somebody died, no, mama, somebody comes, they'll cry more. നമുക്കറിയാലോ, ആരെങ്കിലൊക്കെ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ വരുന്നതിനനുസരിച്ച് ആ താളത്തിനനുസരിച്ച് കരച്ചിലിന്റെ ആക്കം കൂടിക്കൊണ്ടേയിരിക്കും. If they see brother and sister, mama, they'll cry more. പെട്ടെന്ന് മാമനോ സഹോദരനൊക്കെ വരുമ്പം അലറി വിളിക്കും. That's only 5 minutes. 5 മിനിറ്റ് നേരത്തേക്ക്. Moment they saw Jesus, യേശു ഇവിടെ വന്നപ്പോ Jairus' family യായിറോസിന്റെ കുടുംബം and all others, മറ്റുള്ളവരെല്ലാവരും they were crying.
അവർ കരയുകയായിരുന്നു. They were crying. കരയുകയായിരുന്നു. They saw a moment they saw Jesus. അവർ യേശുവിനെ കണ്ടപ്പോ, Rabbi! ഗുരുവേ, Oh, they're crying. പിന്നെയും കരയുകയാ. Okay, no problem, come out. കൊള്ളാം, കരച്ചിലൊക്കെ നല്ലതാണ്, മുറുമൊന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. Okay. കൊള്ളാം കൊള്ളാം. Okay. Take. Okay. കർച്ചീഫ് എടുത്തോളാൻ പറഞ്ഞു. Will not solve the problem. കണ്ണുനീര് പ്രശ്നം പരിഹരിക്കത്തില്ല. This will solve to wipe away your tears. ഇത് നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കൊള്ളാം. But it's not the end. അത് അവിടെ തീരത്തില്ല. Come out. പുറത്തു വാ. Come out. പുറത്തു വരിക. Now the life is entering now. ഇപ്പോ ജീവൻ പ്രവേശിക്കുകയാണ്. Now the faith is entering now. ഗുരു പ്രവേശിക്കുകയാണ്. Now hope is entering now. പ്രതീക്ഷ പ്രവേശിക്കുകയാണ്. Life is entering now. ജീവൻ പ്രവേശിക്കുകയാണ്. Faith is entering now. വിശ്വാസം പ്രവേശിക്കുകയാണ്. Every other fear come out. എല്ലാ ഭയങ്ങളും പുറത്തു വരട്ടെ. Faith and fear are not good friends. വിശ്വാസവും ഭയവും നല്ല സുഹൃത്തുക്കളല്ല. If you are fearing all the time, നീ എല്ലായ്പ്പോഴും ഭയപ്പെടുന്നുണ്ടെങ്കിൽ faith is outside. വിശ്വാസം പുറത്തേ നിൽക്കത്തുള്ളൂ. As long as faith is outside, എത്രത്തോളം വിശ്വാസം പുറത്തു നിൽക്കുമോ, you will not see the hand of God in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരത്തെ നിനക്ക് കാണാൻ കഴിയും. Because you are gripped with fear. കാരണം നീ ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. But now you need fear, you need faith. നിനക്കിപ്പോ വിശ്വാസമാണോ വേണ്ടിയത്, ഭയമാണോ വേണ്ടിയത്? I need faith. എനിക്ക് വിശ്വാസം വേണം. The Job said, യോബ് പറഞ്ഞു, what I feared it came upon me. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു. Yes. Stop fear in his tracks. ഭയത്തെ അതിന്റെ വഴിക്ക് നിർത്തുക. That's why Paul said in 2 Corinthians, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ 10th പറഞ്ഞു. chapter, അധ്യായം 10, when you read from verse 3 to 5, 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ, but he said, though we walk in the flesh, we do not war according to the flesh, for the weapons of our warfare are not carnal, but the mighty in God for pulling down strongholds. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. Satan is a master of trickster. പിശാച് തന്ത്രങ്ങളുടെ ആശാനാണ്. He does not have any real authority. അവന് ശരിക്കും ഒരു അധികാരവും ഇല്ല. He always uses tricks അവൻ എപ്പോഴും തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് to disturb us. നിന്നെ ശല്യപ്പെടുത്താൻ. Because when you are praying, കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ one fear is enough. ഒരു ഭയം മതി. Nobody is at home. ആരും വീട്ടിലില്ല. You are alone sleeping. ഒറ്റയ്ക്ക് ഉറങ്ങുകയാണ്. There is a heavy rain. വലിയ മഴയാണ്. The full wind is coming. കാറ്റിങ്ങനെ ശക്തമായി അടിക്കുന്നു. And the window doors are hitting. ജനാലകൾ ശക്തമായി ചുവരിലോട്ട് ആഞ്ഞടിക്കുന്നു. Now our power cut. പവർ കട്ടായി. No, the inverter is not working. നിന്റെ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നുമില്ല. And outside full rain. പുറത്ത് മുഴുവൻ ഭയങ്കര മഴയാണ്. The great wind is hitting. കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. Your window doors are hitting to the wall. ഇവന്റെ ജനാലയിലെ കഥകൾ ഡോറിൽ ശക്തി ചുവരിൽ അടിക്കുന്നു. And slowly sound is coming. കൂകുന്നൊരു ശബ്ദം പതിയെ വരുന്നുണ്ട്. Immediately what you will do? പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? God is saying, what drama is going on here? See? And suddenly you will see somebody standing near the window. പെട്ടെന്ന് നിങ്ങൾ ജനാലയിലേക്ക് നോക്കിയപ്പോ ആരോ ഒരാൾ പുറത്ത് നിൽപ്പുണ്ട്. Somebody standing near the window. ആ ജനാലയുടെ അരികിൽ ആരോ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. Suddenly you say, I saw Ammachi. എന്റെ അമ്മച്ചിയെ ഞാൻ കണ്ടു. You will not sleep. ഉറങ്ങാൻ പറ്റുന്നില്ല.
You will not sleep. നിനക്ക് ഉറക്കമില്ല. That is not Ammachi, that is a, what is this, familiar spirits. അത് അമ്മച്ചിയല്ല, വേറെ ഏതോ ഒന്നാണ്. To disturb you. ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നെ, To divert you. നിന്നെ വ്യതിചലിപ്പിക്കാൻ. That is not your mama, it is not Ammachi. അത് നിന്റെ മാമനും അല്ല, നിന്റെ അമ്മച്ചിയും അല്ല. It is disturbing you. അത് നിന്നെ എന്തോ ശല്യപ്പെടുത്തുകയാണ്. Let the familiar spirits. അതൊരു പരിചയമുള്ള സ്പിരിറ്റാ. Because fear always disturbs your faith, disturbs your prayer life, it disturbs you. കാരണം ഭയം എല്ലായ്പ്പോഴും നിന്റെ വിശ്വാസത്തെയും നിന്റെ പ്രാർത്ഥനയെയും നിന്റെ ജീവിതത്തെയും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. Yes. Amen. So always keep fear outside. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഭയത്തെ പുറത്ത് നിർത്തണം. God has not given us spirit of fear, love, power, sound mind. ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര നൽകിയിരിക്കുന്നത്. Yes. Amen. If a student prepare very well for exam, ഒരു വിദ്യാർത്ഥി നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്, and student will go with the confidence. ഉറപ്പോടുകൂടെ പരീക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. If student does not prepare very well, അദ്ദേഹം നന്നായിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ then fear comes inside. അകത്ത് ഭയം ഉണ്ടാകും. So when you have the faith in your life, automatically you will see the result. സോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. So keep fear away from your life. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ പുറത്ത് നിർത്തുക. Amen. Amen. Number 4. നാലാമത്തത്, See yourself succeeding. ജയിക്കുന്നു എന്ന് നിന്നെ തന്നെ നോക്കി കാണുക. When you are praying, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ see yourself, you are succeeding. നിങ്ങളെ തന്നെ കാണണം നിങ്ങൾ ജയിക്കുന്നു എന്ന്. Joshua 1st chapter 8th words. യോശുവ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. Then you will make your way prosperous, and then you will have a good succeed. നിന്റെ ജീവിതത്തെ നീ അനുഗ്രഹ സമൃദ്ധമാക്കുകയും നീ ജയാളിയായി തീരുകയും ചെയ്യും. Praise the Lord. Amen. Hallelujah. 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 Always, yes, I am praying based on the word of God. I am submerging faith in my prayer. I am believing. I am speaking. I am acting. I did not allow fear in my life. Now I will see a succeed in my life. So, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയത്തെ ഞാൻ അനുവദിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തെ ഞാൻ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തെ ഞാൻ ഏറ്റുപറയുന്നു, അതിനെ ഞാൻ പ്രാവർത്തികമാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജയിക്കാൻ പോവുകയാണ്. We have a problem. നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് തന്നെ, We have a needs. നമുക്ക് ആവശ്യങ്ങളുണ്ട്, We have a challenges നമുക്ക് വെല്ലുവിളികളുണ്ട് in our life. നമ്മുടെ ജീവിതത്തിൽ. But in this 21 days prayer, എന്നാൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ and you must see yourself succeeding. നീ ജയിക്കുന്നതായിട്ട് നിന്നെ തന്നെ നോക്കി കാണണം. Teach your children. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്ക്. Teach your children. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്ക്. Let them have faith. Let them have a high expectation. I will see myself succeeding. അവർക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടാകട്ടെ, അവർക്കൊരു പ്രത്യാശ ഉണ്ടാകട്ടെ. ഞാൻ ജയാളിയാണ്, ഞാൻ ജയിക്കുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടാകട്ടെ. Amen. Amen. Hallelujah. Hallelujah. Don't quit yourself from God's plan, God's purpose. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നീ ഒരിക്കലും പിന്നോട്ട് പോകരുത്. Don't quit yourself. നീ നിന്നെ തന്നെ പിന്നോട്ട് വലിക്കരുത്. There is a plan of God. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. His plans are higher than your plans. നിന്റെ പദ്ധതികൾക്കാൾ വലുതാണ് ദൈവത്തിന്റെ പദ്ധതി. His plans will give you progress. അവന്റെ പദ്ധതികൾ നിനക്ക് ഉയർച്ച നൽകും. His plans are permanent. അവന്റെ പദ്ധതികൾ സ്ഥിരമായതാണ്, നിരന്തരമായതാണ്. His plans releases peace upon you. അവന്റെ പദ്ധതികൾ നിന്റെ മേൽ സമാധാനത്തെ തുറന്നുവിടും. Your plans are earthly plans. Your plans are temporary plans. നിന്റെ പദ്ധതികൾ ഭൗമികവും നിന്റെ പദ്ധതികൾ ശാശ്വതമല്ലാത്തതുമാണ്.
Praise God. Amen. Hallelujah. Hallelujah. From natural to supernatural. പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയാതീതമായ അവസ്ഥയിലേക്ക്. Praise God. Amen. Hallelujah. Hallelujah. See, when I am talking here, Holy Spirit is talking to me also. ഞാനിവിടെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് തന്നെ സംസാരിക്കുകയാണ്. You know, like you are talking to you, is talking to me also. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എന്നോടും അത് സംസാരിക്കുകയാണ്. As I am preaching, I will tell inside in me, thank you, Holy Spirit, beautifully you are talking to me. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് ഞാൻ കർത്താവിനോട് പറയുക, പരിശുദ്ധാത്മാവേ എന്നോട് നീ നന്നായി സംസാരിക്കുന്നത് കൊണ്ട് നന്ദി. Because he is our teacher. കാരണം അവൻ നമ്മുടെ അധ്യാപകനാണ്. He will lead us into all truth. സകല സത്യത്തിലേക്കും വഴി നടത്തുന്നവനാണ്. He will remember what he taught us. അവൻ നമ്മെ പഠിപ്പിച്ചതൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. I see myself succeeding. ഞാൻ എന്നെ തന്നെ ജയിക്കുന്നവളായി കാണുകയാണ്. Amen. Amen. Hallelujah. Amen. Your success is in the hand of God. നിങ്ങളുടെ ജയം കർത്താവിന്റെ കൈകളിലാണ്. Number 5. അഞ്ചാമത്തേത്, Testify that your prayer is answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുക. Whenever you talk to people, don't talk more on problems. നീ ആളുകളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കരുത്. You talk to them what all God answered your prayer. നീ അവരോട് സംസാരിക്കേണ്ടത് മറുപടി തന്ന പ്രാർത്ഥനകളെ കുറിച്ച്, ദൈവം തന്ന മറുപടികളെ കുറിച്ചാണ് കൂടുതൽ അവരോട് സംസാരിക്കേണ്ടത്. Whomever you meet, you talk to them about answers. എപ്പോഴെല്ലാം ആളുകളെ നീ കാണുമോ, ദൈവം തന്ന മറുപടികൾ അവരോട് പങ്കുവെക്കുക. When you meet praying people, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണുമ്പോൾ, when you meet experienced people, അനുഭവ സമ്പത്തുള്ള ആളുകളെ കാണുമ്പോൾ, when you share your problem, നിങ്ങൾ പ്രശ്നങ്ങളെ പങ്കുവെക്കുമ്പോൾ, immediately they share their testimony. അവർ പെട്ടെന്ന് ഒരു സാക്ഷ്യം ഷെയർ ചെയ്യും. I am also like this. ഞാനും ഇതേപോലെ സാഹചര്യങ്ങളുടെ പോയതാ. Newly when I got married, I am also like this. ഞാൻ ആദ്യമായി വിവാഹം കഴിഞ്ഞപ്പോ ഇതേ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. All those who have got married newly, new couple, ഈ പുതിയ നവദമ്പതികളുണ്ടല്ലോ, they say mommy like this, mommy like this, mommy like this. അവർ ഓരോ ദിവസം അമ്മയെ വിളിച്ച്, അമ്മ അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ് എന്ന് ഓരോ ദിവസം അമ്മയെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. Mommy like this. അമ്മ അങ്ങനെ ഇങ്ങനെയാണ്. But these days they should not ask qualification, it seems. They should not ask qualification. ഇപ്പോ യോഗ്യതയെ കുറിച്ചൊന്നും ഇപ്പൊ ചോദിക്കാൻ പാടില്ല. They have stopped asking qualifications. ഇപ്പം യോഗ്യതകൾ ചോദിക്കുന്നത് നിർത്തി. They are asking, do you know all cooking? ഇപ്പൊ ചോദിക്കുന്ന ഒറ്റ കാര്യം, വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? They are asking, pastor, we don't want MA, MSc, all that, throw it out. പാസ്റ്റർ, നമുക്ക് MA MSc എന്നുണ്ട്, അതിനൊക്കെ എടുത്ത് പുറത്തറിയാൻ പറയും. Will she knows chapati or cooking everything? ചപ്പാത്തിയും പരിപ്പ് കറിയും ഉണ്ടാക്കാൻ അറിയാവോ? No. I have that Zomato app. അല്ല, എനിക്ക് സൊമാറ്റോ ആപ്പ് ഉണ്ട്. That app is there, I'll take care all. ടൊമാറ്റോയ്ക്ക് പകരം സൊമാറ്റോ ഉണ്ട്, അതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. One call enough, my daddy will transfer and connect to Zomato. Okay, then Tomato will come. എൻ്റെ അപ്പൻ പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സൊമാറ്റോയ്ക്ക് ഓർഡർ ചെയ്യും, സൊമാറ്റോക്കാരൻ ഫുഡ് കൊണ്ടുതരും. Praise the Lord. Praise God. Share your answers. നിനക്ക് കിട്ടിയ മറുപടികളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. Revelation 12 chapter 11th words. വെളിപ്പാട് 12:11. They overcame him by the blood of the lamb and by the word of their testimony. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അവരുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു. Amen. Amen. Every problem, every need, every attack, you will overcome by the word, by the blood, by the testimony. എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പോരാട്ടങ്ങളെയും,
എല്ലാ പ്രതിസന്ധികളെയും കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അവന്റെ വചനം കൊണ്ടും നിങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും നിങ്ങൾക്ക് ജയിക്കാൻ You സാധിക്കും. claim what is rightfully yours. നിന്റേത് എന്താണ്? നിന്റെ അവകാശങ്ങളെ ധൈര്യത്തോടെ നീ ചോദിക്കുക. I have right to claim. എനിക്ക് അത് പ്രഖ്യാപിക്കാൻ, എനിക്കത് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. This is mine. ഇതെന്റേതാണ്. God will answer. ദൈവം എനിക്ക് മറുപടി. I have a right to claim. എനിക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. So claim it. ചോദിക്കുക. Your testimony of faith will encourage others and help build their faith. നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ പണിയുവാൻ സഹായിക്കുകയും ചെയ്യും. When you share answers, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ പറയുക. when you share your testimony, നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പങ്കുവെക്കുമ്പോൾ it encourages others. മറ്റുള്ളവരെ അത് പ്രോത്സാഹിപ്പിക്കും. It builds their faith. അവരുടെ വിശ്വാസത്തെ അത് പണിയും. So always speak answers, share testimony that helps you to grow. It encourages others also. അതുകൊണ്ട് എല്ലായ്പ്പോഴും നീ നിനക്ക് ലഭിച്ച മറുപടികളും നിന്റെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുക. അത് നിന്നെ വളരുവാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കും. Praise the Lord. Amen. Hallelujah. 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 Say number 1. പറഞ്ഞേ ഒന്നാമത്തേത്. Yes. Number 2. Yes. Number 3. Stop fear in its tracks. Number 4. See yourself succeeding. Number 5. Testify that your prayer is answered. Amen. Very simple. വളരെ ലഘുവായ കാര്യം. When you are praying 21 days, നീ 21 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ you have a family request, നിങ്ങൾക്കൊരു കുടുംബപരമായ അപേക്ഷ ഉണ്ടാകും. personal request. വ്യക്തിപരമായ അപേക്ഷ. When you are praying for the men of God, ദൈവപുരുഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, when you are praying for your church exodus, നിങ്ങളുടെ സഭ എക്സഡസ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, you keep this in your mind. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. Keep this in your mind. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. This prayer will lift you up. ഈ പ്രാർത്ഥന നിങ്ങളെ ഉയർത്തും. This prayer will prepares you to receive answers from the throne of grace. കൃപാസനത്തിൽ നിന്നുള്ള മറുപടികൾക്കായി ഈ പ്രാർത്ഥന നിങ്ങളെ സജ്ജരാക്കും. How many of you believe that God will bring result to your prayer? നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Now, did you get a confident now? നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടുന്നുണ്ടോ? Do you get a confident for in your prayer now? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ധൈര്യം കിട്ടുന്നുണ്ടോ? Something is changed in your mind. നിങ്ങളുടെ മൈൻഡിൽ ചിലതൊക്കെ മാറുന്നുണ്ടോ? Something changed in your mind. നിങ്ങളുടെ മനസ്സിനകത്ത് ചിലത് രൂപാന്തരം. I have a right to claim. എനിക്ക് അത് അവകാശപ്പെടാനുള്ള ഒരു ബോധ്യം, അവകാശം. I have a right to claim. എനിക്കത് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. I myself will walk in succeeding. ഞാൻ ജയത്തിൽ നടക്കുകയാണ്. Praise God. Amen. Hallelujah. Hallelujah. Can we all stand in the presence of God? ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.